കൊഞ്ച് കൂറ് വെച്ച് മണ്ണിലേക്ക് നിൽക്കുന്നു ഇവിടെ. ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രിവാൻഡ്രത്ത് വൈകുന്നേരം ഒരു സ്പോട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫ്രഷ് മീൻ കിട്ടുന്ന ഒരു ലൊക്കേഷനാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ട്രിവാൻഡ്രത്തുള്ള ഒട്ടുമിക്ക ചന്തകളിൽ നിന്നും അല്ലെങ്കിൽ ഒട്ടുമിക്ക ഫിഷ് മാർക്കറ്റിൽ നിന്നും നല്ല ഫ്രഷ് മീനാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ആ ഒരു ലൊക്കേഷൻ്റെയും അവിടുത്തെ മീൻ കളക്ഷൻ്റെ ഒക്കെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 2 കിറ്റ് മീൻ കൊണ്ടുപോകാം. 1000 രൂപ കൊണ്ടുവന്നു കഴിഞ്ഞാൽ രണ്ടാഴ്ചത്തേക്കുള്ള നൊത്തോലിയൊക്കെ ഫ്രഷ് നൊത്തോലിയൊക്കെയാണെങ്കിൽ ചേച്ചി എടുത്തിടുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്കിത് അവിടെ കാണാൻ വേണ്ടി പറ്റും. നല്ല വലിയ സൈസ് ചൂരയാണെങ്കിൽ വലിയ സൈസ് ചൂര. അതുകൂടാതെ തന്നെ ഓരോ കൂറ് നൊത്തോലിയും അയലയും ചാളയും ഒക്കെ ആണെങ്കിൽ സംഭവമുണ്ട്. അതൊക്കെ നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് റേറ്റ് എന്നുള്ളത്. ഉടലും കൂടെ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ഇതിന്റെ വില 10,000 രൂപയാണ്. ഇത് കയറ്റുമതി ചെയ്തതുകൊണ്ട്. ഇത് എന്ത് മീനാണ്? കലവ. ഇതിപ്പോ എത്ര രൂപയാണ് ഇത് പീസിന്? ഈ ഇത്രയും പീസിന് ഇപ്പൊ ഞാൻ സാറിനോട് 450 രൂപയാണ്. 450 രൂപയ്ക്കാണ്. പകുതിയല്ലേ? പകുതിയില്ല, മൊത്തം ഫുള്ള്. ഉടലില്ല. ഉടല് എന്ത് ചെയ്ത്? ഉടല് ലണ്ടനിലുള്ള മണ്ടന്മാർക്ക് കൊടുക്കും. ഇത് നമ്മൾ ഇന്ത്യക്കാർക്ക് നല്ല ബ്രെയിനൊക്കെ ഉള്ള തലയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള പോഷൻ. അത് നമുക്ക് ഇന്ത്യക്കാർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. കലവ. ഓക്കെ, അത് കട്ട് ചെയ്ത് ക്ലീൻ ആക്കി കൊടുക്കും. കട്ട് ചെയ്ത് നമ്മൾ കൊടുക്കും. കട്ട് ചെയ്യുന്നതിന് എല്ലാം പൈസയില്ല, എല്ലാം ഫ്രീ ആണ്. നമ്മള് നമ്മുടെ കസ്റ്റമറിനോട് നമ്മൾ അത്രയും സഹകരിക്കുകയാണ്. ഇവിടെ എപ്പോ വന്നാലും നല്ല ഫ്രഷ് മീൻ തന്നെ കിട്ടും. ഓക്കെ, കച്ചവടം നടക്കട്ടെ. അതുകൂടാതെ തന്നെ നമുക്കിതാ മീനൊക്കെ കണ്ടതിനെ അറിയാൻ പറ്റും. ഇഷ്ടംപോലെ ഫ്രഷ് മീനുകളാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ ആണെങ്കിൽ ഫ്രഷ് മീൻ ഇഷ്ടംപോലെ ഉണ്ട്. ചേച്ചിയാണെങ്കിൽ കലവ, ഈ ചേട്ടനാണെങ്കിൽ മേടിച്ചതിനനുസരിച്ചിട്ടാണെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുന്ന സമയത്താണെങ്കിൽ ഇവിടെ ഉണക്ക മീനും അതുകൂടാതെ തന്നെ നമ്മൾ കിളിമീൻ, നവരാന്നൊക്കെ പറയും. പിന്നെ ചെറിയ സൈസ് ചൂരയും എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ മത്തിയും അയിലയും ചൂരയും നൊത്തോലിയും ഒക്കെയാണ് ഈ ഒരു സൈഡിൽ. ഈ ഒരു സൈഡിൽ വന്നിട്ട് കുറച്ച് കൂടുതലാണെങ്കിൽ ചൂര മീനുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ചൂര മീനൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും സംഭവം മീൻ കട്ട് ചെയ്ത് കൊടുക്കും. ഈ ഒരു സൈഡിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പാർട്സായിട്ട് മേടിക്കാം, അതുകൂടാതെ ഫുള്ളായിട്ട് മേടിക്കാം. മീനുണ്ടായിരുന്നു ഇന്ന്. കായൽ മീനുണ്ട്. ഇത് കരിമീനാണ് അല്ലേ? ഇത് വീട്ടിൽ കൃഷി ചെയ്യാനാണ് അതോ ചൂണ്ടയിട്ട് അല്ലാതെ പിടിച്ചാണ്? കടലിൽ കരിമീൻ ഇല്ലല്ലോ. കടലിലും കരിമീനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കടലിലെന്നാണോ പറയുന്നത്? ആണോ? ഇതെങ്ങനെയാണ് റേറ്റ് വരുന്ന? 200 രൂപയ്ക്ക് എത്ര പീസ്? 7 പീസ് വരും. ഓക്കെ, കച്ചവടം നടക്കട്ടെ. അപ്പോൾ ഈ ഒരു സൈഡിലാണെങ്കിൽ ചേട്ടനാണെങ്കിൽ മീനൊക്കെ മേടിക്കുന്നുണ്ട്. നമുക്കിത് അപ്പുറത്തെ സൈഡിലോട്ട് നോക്കി തന്നെ ഇഷ്ടംപോലെ പേര് ഇതുപോലെ മീനൊക്കെ മേടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ കൊഞ്ചൊക്കെ ആണെങ്കിൽ ചേച്ചി ഇവിടെ കൊഞ്ചാണ് സംഭവം സെയിൽ ചെയ്യുന്നത്. കൊഞ്ച് കൂറ് വെച്ചിട്ടാണ്, അതായത് ആ ഒരു ഇത് ഇത്രയും എത്ര രൂപ ചേച്ചി? ഒരു പങ്ക് 200 അല്ലേ? ഓക്കെ, ആ ഒരു കൂറ് വന്നിട്ട് 200 രൂപയ്ക്കാണ് സംഭവം ചേച്ചി കൊടുക്കുന്നത്. അതുകൂടാതെ തന്നെ ഇതൊക്കെ കൂറൊക്കെ 50, ഇത് 50, 100 അങ്ങനെയാണ് ഈ ഒരു സൈഡിൽ റേറ്റ് വരുന്നത്. അതുകൂടാതെ ഇപ്പുറത്തെ സൈഡിലും എല്ലായിടത്തും സെയിം തന്നെയാണ്. കളക്ഷൻസൊക്കെ മീനൊക്കെ ആണെങ്കിൽ എല്ലാ സ്ഥലത്തും സെയിം തന്നെയാണ്. എന്തൊക്കെ മീനുണ്ട് ചേച്ചി? എണ്ണംകൊഴിയാളുണ്ട്, ചൂരമുണ്ട്, നൊത്തോലിയുണ്ട്. എണ്ണംകൊഴിയാളുണ്ട്, ചൂരമുണ്ട്, നൊത്തോലിയുണ്ട്. നൊത്തോലി ഒരു പെട്ടി നിറച്ചുണ്ട്. എത്ര മണി വരെ കാണും ഇവിടെ? 11 വരെ ഉണ്ട്. മീൻ വിറ്റ് തീർന്നവരെ കാണും. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ചെറിയ സൈസ് ചൂരയൊക്കെ ആണെങ്കിൽ ഇത് ഇവിടെ ചേച്ചിയാണെങ്കിൽ അറേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മണ്ണിലൊക്കെ വെച്ച് വളരെ ശാസ്ത്രീയമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. ഇവിടെ മണ്ണൊക്കെ വെച്ച് ചെറിയ സൈസ് തെരണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ സൈസ് തെരണ്ടിയൊക്കെ, തെരച്ചി എന്ന തെരണ്ടിയൊക്കെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ വരും റേറ്റൊക്കെ? 5 എണ്ണം ചെറിയ സൈസ് തെരച്ചി വന്നിട്ട് 5 എണ്ണം വന്നിട്ട് 200 രൂപയാണ് വരുന്നത്. ഇതൊക്കെയാ കൊഞ്ചൊക്കെ? ഓക്കെ, ഒരു പങ്ക് 100. കണ്ണൻ കൊഴിയാള ഇത്രയും 200 അല്ലേ? ഇതെത്ര? 5 പീസ് ഉണ്ടല്ലേ? 4 പീസ്. 4 പീസ് 100 രൂപയ്ക്കുള്ളതുണ്ട്, 200 രൂപയ്ക്കുള്ളതുണ്ട്. 8 എണ്ണം 100 രൂപ. ഓക്കെ, അതിലെന്താ ഇങ്ങനെ ക്ലാത്തി? അതിലെന്താ കിടക്കണ? ഇതെത്ര? ഇത് രണ്ടും ക്ലാത്തി തന്നെയാണോ?
ഓക്കെ, 2 സൈസ് ക്ലാത്തി മീനാണ്. 100, 200 അതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെയും അതുപോലെ തന്നെ ഇതാ ഒരു ചേച്ചിയാണെങ്കിൽ മീൻ വിൽക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ ഒരു അമ്മച്ചി ഇന്ന് മീൻ വിൽക്കുന്നു. ഇവിടെ ഇഷ്ടംപോലെ കളക്ഷൻസും ഉണ്ട്. ചാനലാണ് ചേച്ചി. ഓക്കെ, എന്തൊക്കെ മീനുണ്ട്? കൊടിയാളുണ്ട്, ക്ലാത്തിയുണ്ട്, ചൂരമുണ്ട്, തെരച്ചി മീനുണ്ട്. തെരച്ചുണ്ട്. തെരച്ച് എങ്ങനെ വരും റേറ്റ് ഒക്കെ? രണ്ടെണ്ണം 100 രൂപ. ഈ ക്ലാത്തി എങ്ങനെ കറിയൊക്കെ വെച്ച് കഴിക്കാൻ പറ്റുമോ? പൊരിക്കാം. പൊതുവെ എല്ലാവരും കഴിക്കുന്നതിനാണ് ഈ ക്ലാത്തി അല്ലേ? ഓക്കെ. അപ്പോൾ ക്ലാത്തി മീൻ ആണ് ഈ സൈഡിലും ഉണ്ട്. നമുക്കൊന്ന് റേറ്റ് ആയിട്ട് മറ്റേ സൈഡിൽ നിന്ന് കാണാം. അതുകൊണ്ട് ഇപ്പുറ സൈഡ് വന്ന സമയത്ത് ഞണ്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഞണ്ട് ചൂരയൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്ത് ചേച്ചി ഞണ്ടൊക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത് ചേച്ചി? 200 രൂപ അല്ലേ? ആ ഒരു കൂറിൽ എത്ര പീസുണ്ട്? 10-12 കാണും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതെന്ത് മീൻ ചേച്ചി? വലിയ ചേമീനാണല്ലേ? ചേമീൻ. നമ്മൾ ചേമീൻ എന്ന് പറഞ്ഞാൽ മറ്റേ ചെമ്പല്ലിയുടെ ഡ്യൂപ്ലിക്കേറ്റാണ് ചേമീൻ അല്ലേ? ഇത് ചെമ്പല്ലി, ഇത് ചേമീൻ അല്ലേ? ഓക്കെ. ഇത് എത്ര വരും റേറ്റ് ഇന്നത്തെ? വലിയ മീനിൻ്റെ പകുതി 1450 രൂപയാണ്. 450 രൂപയാണ് ഈ ചേമീനിൻ്റെ റേറ്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഇങ്ങോട്ടൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ട്. ഇത് അതുപോലെ ഇവിടെയും കരിമീൻ സംഭവങ്ങൾ കാണാൻ വേണ്ടി പറ്റും. ഇപ്പുറത്തും മീനുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു സൈഡിൽ വരുന്ന സമയത്ത് ഇവിടെ കുറച്ച് കൂടുതൽ തെരച്ചുണ്ട്. ചേച്ചി എണീറ്റ് ഓടുകയാണ്. ഈ ഒരു സൈഡിലാണെങ്കിൽ ഇതാ നല്ല രീതിയിൽ സംഭവം തിരക്ക് ആ രീതിയിൽ സംഭവമുണ്ട്. ആൾക്കാർ ഇന്ന് പൊതുവെ കുറവാണ്. പക്ഷേ സാധാരണ നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെ പോകുന്ന സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാരാണെങ്കിൽ ഇവിടെ മീൻ മേടിക്കാൻ വേണ്ടി വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇഷ്ടംപോലെ പേര് സാധാരണയായിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ മീൻ മേടിക്കാൻ വേണ്ടി വരും.